സുഹൃത്തുക്കളെ, ഇന്നിവിടെ നിൽക്കുന്ന ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും അധികം തോറ്റത് എപ്പോഴാണ്? പലർക്കും തോന്നും പരീക്ഷയിൽ തോറ്റപ്പോഴാണ്, ജോലിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴാണ്, പ്രണയം നഷ്ടപ്പെട്ടപ്പോഴാണ്, പണം ഇല്ലാതായപ്പോഴാണ്. അല്ല സുഹൃത്തുക്കളെ, നമ്മൾ യഥാർത്ഥത്തിൽ തോറ്റത് നമ്മൾ തന്നെ നമ്മളെ വില കുറച്ച് കണ്ട ദിവസമാണ്. ജീവിതം എല്ലാവർക്കും ഒരുപോലെയല്ല. ഈ ലോകത്ത് ഒരേ വീട്ടിൽ ജനിച്ചവർക്കും ഒരേ ക്ലാസ്സിൽ പഠിച്ചവർക്കും ഒരേ സ്വപ്നം കണ്ടവർക്കും ഒരേ ജീവിതമല്ല. ചിലർ പൊന്നുകുപ്പായം ധരിച്ചു നടക്കും, ചിലർ കടം വാങ്ങി ജീവിക്കും, ചിലർക്ക് വഴി നേരെ തുറന്നിരിക്കും, ചിലർക്ക് ഓരോ കാൽവെപ്പും യുദ്ധമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റൊരാളുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത്. നിന്റെ സമയം, നിന്റെ പോരാട്ടം, നിന്റെ കഥ, അതെല്ലാം നിനക്കുള്ളതാണ്. എനിക്ക് പറ്റില്ല എന്ന വാക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ തകർക്കുന്ന ഒരു വാക്കുണ്ട്. എനിക്ക് പറ്റില്ല. ഈ വാക്ക് ആദ്യമായി പറയുന്നത് നമ്മുടെ ശത്രുക്കളല്ല, നമ്മൾ തന്നെയാണ്. പറ്റാത്തത് നമ്മളല്ല, പറ്റാത്തത് നമ്മളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം മാത്രമാണ്. സാഹചര്യം മാറും, പക്ഷേ നീ നിന്നെ വിട്ടുകൊടുത്താൽ നീ ഒരിക്കലും മാറില്ല. പരാജയം ഒരു ശാപമല്ല സുഹൃത്തുക്കളെ, പരാജയം ഒരു ശാപമല്ല, പരാജയം ഒരു പഠനമാണ്. നിനക്ക് നടക്കാതിരുന്ന ഓരോ ശ്രമവും നിനക്കൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വിശ്വാസം പഠിപ്പിച്ചു, ചിലപ്പോൾ ക്ഷമ പഠിപ്പിച്ചു, ചിലപ്പോൾ ആരെ വിശ്വസിക്കരുതെന്ന് പഠിപ്പിച്ചു. പരാജയം വന്നില്ലായിരുന്നെങ്കിൽ നീ ഇന്നത്തെ നീ ആയിരിക്കില്ല. ആരും കൈപിടിക്കില്ല. ഇതൊരു കഠിന സത്യമാണ്. നീ താഴെ വീണാൽ എല്ലാവരും നോക്കി നിൽക്കും, പക്ഷേ കൈപിടിക്കാൻ വളരെ കുറച്ച് പേരേ ഉണ്ടാവും. അതുകൊണ്ട് നിന്റെ ജീവിതം മാറ്റാൻ നീ കാത്തിരിക്കേണ്ടത് ആരെയുമല്ല, നിന്നെയാണത്രേ. സ്വയം കരുണ വേണ്ട, സ്വയം വിശ്വാസം മതി. ഇന്നത്തെ ചെറിയ ശ്രമങ്ങൾ, ഇന്ന് നീ ചെയ്യുന്ന ചെറിയ ഒരു ശ്രമം, ഒരു പുസ്തകം തുറക്കുന്നത്, ഒരു സ്കൂളിൽ പഠിക്കുന്നത്, ഒരു സ്കില്ല് പഠിക്കുന്നത്, ഒരു തീരുമാനമെടുക്കുന്നത്, നാളെ നിന്നെ ആരെങ്കിലും അസൂയയോടെ നോക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിക്കും. ഇന്ന് വേദനയാണ്, നാളെ കഥയാകും. ഇന്ന് നീ കരഞ്ഞാൽ നാളെ നീ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും. ലോകം നിന്നെ പരീക്ഷിക്കും, ലോകം നിന്നെ പരീക്ഷിക്കും. ഇവൻ പറ്റുമോ? ഇവൻ ഇത്രയ്ക്കെന്താ? ഇവനെ കൊണ്ടൊന്നും ആവില്ല. അവരുടെ വാക്കുകൾ നിന്റെ തലയിൽ കയറ്റി വെക്കരുത്. നിന്റെ ഉത്തരമാകണം നിന്റെ വിജയം. ഒരു കാര്യം മാത്രം മതി. ജീവിതം മാറ്റാൻ പണം മാത്രം വേണ്ട, പിന്തുണ മാത്രം വേണ്ട, ബന്ധങ്ങൾ മാത്രം വേണ്ട. ഒരു കാര്യം മാത്രം മതി, നിന്നെ വിട്ടുകൊടുക്കാത്ത മനസ്സ്. ലോകം നിന്നെ വിട്ടുപോയാലും നീ നിന്നെ വിട്ടുപോകരുത്. അവസാനമായി, ഇന്ന് നീ വീട്ടിൽ പോകുമ്പോൾ ഒരു കാര്യം മാത്രം ഓർമ്മിക്കൂ. നീ സാധാരണയാളല്ല, നീ തോറ്റവനല്ല, നീ ഇപ്പോൾ തയ്യാറെടുക്കുന്ന ഒരാളാണ്. വിജയം ശബ്ദമില്ലാതെ വരും, പക്ഷേ വന്നാൽ എല്ലാവരും കേൾക്കും. എഴുന്നേൽക്കൂ, വിശ്വസിക്കൂ, നീ നടക്കൂ. കാരണം നിന്റെ കഥ ഇനിയും എഴുതപ്പെട്ടിട്ടില്ല.